ഹായ്. എന്താണ് സംശയം? തനിക്ക് പ്രിയപ്പെട്ടതെന്തോ നഷ്ടമാവുമോ എന്ന ഭയമാണ് സംശയം. റിലേഷനിൽ അഡിക്റ്റ് ആയവരുടെ കൂട്ടത്തിലാണ് അധികവും സംശയങ്ങൾ ഒരു രോഗമായി കണ്ടുവരുന്നത്. സംശയം ചികിത്സയില്ലാത്ത ഒരു രോഗമായാണ് പലരും പറയുന്നത്. എന്നാൽ സംശയം ഉണ്ടാകുന്ന ഒന്നല്ലല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. സംശയം വരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ സംശയവും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ജീവന് തുല്യം സ്നേഹിച്ചവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ മറ്റു റിലേഷനിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ പോകുമെന്ന് ചുമ്മാ പറയുന്നവരോ ഉണ്ട്. അതൊക്കെ തന്നെ സംശയത്തിൻ്റെ ഒരിടവരുത്തുന്ന ഒന്നാണ്. ചില ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ പോയാൽ എനിക്കെന്താ പ്രശ്നം, അവളുണ്ടല്ലോ അല്ലെങ്കിൽ ഇവനുണ്ടല്ലോ എന്നൊക്കെ. എന്നാൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവരെ ചൊടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഈ വാക്കുകൾ പിന്നീട് സംശയത്തിൻ്റെ വക്കിലെത്തിക്കുന്നു എന്നതാണ്. ഒന്ന് ഫോൺ വിളിക്കുമ്പോൾ അപ്പുറത്ത് അല്പം ബിസിയാണെങ്കിൽ മനസ്സിൽ തോന്നും, ഇനി പറഞ്ഞതുപോലെ വല്ല റിലേഷനിലേക്കും പോയോ എന്ന്. പിന്നീട് ഓരോ തവണയും വഴക്കിടുമ്പോഴോ സംസാരിച്ചിരിക്കുമ്പോഴോ ഇടയ്ക്കിടയ്ക്ക് ഇവർ തന്നെ അങ്ങോട്ട് പറയും. പറഞ്ഞ് അവസാനം സംശയത്തിൻ്റെ കാഠിന്യം കൂടി വരും. തന്നെക്കാൾ പരിഗണന മറ്റാർക്കോ കൊടുക്കുന്നുണ്ടെന്ന തോന്നൽ ഭയവും സംശയവും ഒരുപോലെ വളർത്തുന്നതാണ്. സംശയം ഒരിക്കലും ഒരു രോഗമല്ല. അവരുടെ ലോകം, ഇഷ്ടം, സ്നേഹം എല്ലാം നിങ്ങൾ മാത്രമാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അവർ സംശയത്തിലൂടെ തരുന്നത്. സംശയങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോഴൊക്കെ കള്ളം പറച്ചിലുകളിൽ നിന്നാണ്. തന്നോടുള്ള വിശ്വാസം തകർന്നു പോകരുത് എന്ന് ഓർത്തായിരിക്കും ആദ്യത്തെ കള്ളം പറയുന്നത്. പക്ഷേ പിന്നീട് ആ നുണ പിടിച്ചു നിർത്താൻ വേണ്ടി പല നുണകൾ പറഞ്ഞ് ഒടുവിൽ ഉള്ള വിശ്വാസവും തകർന്നുപോയി സംശയത്തിൻ്റെ ആഴം കൂടിക്കൊണ്ടേയിരിക്കും. കള്ളങ്ങൾ പറയുന്നത് പരസ്പരം വിശ്വാസം ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ അത്രമേൽ പ്രിയപ്പെട്ടവർ തമ്മിൽ കള്ളം പറഞ്ഞാൽ അവർ മണ്ടനാക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ പിന്നീട് ആ ബന്ധം തികച്ചും ഒരു അപരിചിതർ തമ്മിലുള്ള ബന്ധം പോലെയായിരിക്കും. കാരണം പ്രിയപ്പെട്ടവരോട് നിരന്തരം പറയുന്ന കള്ളത്തരങ്ങൾ ഒരു നാൾ ഒരു വലിയ നഷ്ടങ്ങൾ തന്നെ കൊണ്ടുവരും. സംശയം ഇതിൻ്റെയെല്ലാം അടിത്തറയായിട്ടാണ് വരുന്നത്. ബന്ധങ്ങളിൽ പരസ്പരം വിശ്വാസം നിലനിർത്തുക എന്നത് ബന്ധത്തിൽ ഏർപ്പെട്ടവരുടെ ഉത്തരവാദിത്വമാണ്. വിശ്വാസം തകർക്കുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഒരു കാര്യത്തിലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളെ വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ നിന്നവരെ ചതിക്കുക എന്നത് മറ്റാരേക്കാളും പൊറുക്കപ്പെടാൻ കഴിയാത്ത ഒന്നാണ്. മറക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യമാണിത്. നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവർ ആരാണെങ്കിലും അവർ പറയാതെ തന്നെ അവരുടെ ഒരു നോട്ടത്തിൽ നിന്ന്, അവരുടെ ഒരു വാക്കിൽ നിന്ന്, ചിരിയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ മോട്ടിവേഷൻ മലയാളം.